ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ചാപ്റ്റർ ആണ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. ഓക്കെ, ഒരു ടഫ് ചാപ്റ്റർ തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും, കാരണം കൂടുതൽ ആപ്ലിക്കേഷനിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിനകത്താണെങ്കിൽ ഓക്കെ പല കാര്യങ്ങളുണ്ട്, ആ പല കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കാം. ഫസ്റ്റ് സെക്ഷൻ നോക്കാം നമുക്ക്. എന്താണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. അഥവാ നമ്മൾ അറേ കഴിഞ്ഞെല്ലാം പഠിച്ചായിരുന്നു. അറേ എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പിലുള്ള ഡേറ്റ എലമെൻസിൻ്റെ കളക്ഷൻ ആണെങ്കിൽ, പക്ഷേ സ്ട്രക്ചർ എന്തായിരിക്കും? ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡേറ്റ എലമെൻസിൻ്റെ കളക്ഷനാണ് എന്ത്? സ്ട്രക്ചർ. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളതും ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഐറ്റംസിൻ്റെ കളക്ഷൻ ആയിരിക്കും സ്ട്രക്ചർ. ഓക്കെ, അതായിരിക്കും എന്ത്? സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്ട്രക്ചർ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. ഓക്കെ, ഇതിനകത്ത് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡേറ്റ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡ് എന്താണ്? സ്ട്രക്ട് കീവേഡ്. അപ്പോൾ എങ്ങനെ ഒരു പ്രോഗ്രാമിൽ എങ്ങനെ ഒരു പ്രോഗ്രാമിൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം? ഓക്കെ, സിൻറ്റാക്സ് നോക്കാം. സ്ട്രക്ചർ ടാഗ്, ഡേറ്റ ടൈപ്പ് വേരിയബിൾ 1, ഡേറ്റ ടൈപ്പ് വേരിയബിൾ 1, ദെൻ ഡേറ്റ ടൈപ്പ് വേരിയബിൾ 2, then data type variable 3, etc. data type variable n, then curly brace close ചെയ്യുക. curly brace ക്ലോസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വേരിയബിൾസ് കൊടുത്തിട്ടാണെങ്കിൽ then curly brace സെമിക്കോളൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ വേരിയബിൾസ് കൊടുക്കാതിരിക്കുക, അതൊക്കെ നമ്മുടെ ഒരു കാര്യം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സ്റ്റുഡൻസ് അനുസരിച്ച് അങ്ങോട്ട് മാറ്റുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും വേണം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം, ഇതാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനുള്ള സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. സ്ട്രക്റ്റ് ഒരു കീവേഡാണ്, ദെൻ സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിൻ്റെ പേരാണ്, ദെൻ ഇൻ്റെ അഡ്മിഷൻ നമ്പർ, ക്യാർ നെയിം, ദെൻ ക്യാർ ഗ്രൂപ്പ്, ദെൻ ഫ്ലോട്ട് ഫീ. എന്നാണ് ഫ്ലോട്ട് ഫീ. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നതാണ്. അഡ്മിഷൻ നമ്പർ, നെയിം, ഗ്രൂപ്പ്, ഫീ. അപ്പോൾ ഈ അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഡേറ്റ ടൈപ്പ് എന്താണ്? ഇൻ്റ് ആണ്, കാരണം അതിൽ സ്റ്റോർ ചെയ്യുന്ന എലമെൻറ്റ്സ് എന്തായിരിക്കും? ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കും. നെക്സ്റ്റ് നെയിം എന്താ മക്കളെ? നെയിം എന്ന് പറഞ്ഞാൽ ക്യാർ ഡേറ്റ ടൈപ്പ് ആയിരിക്കും. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്താ മക്കളെ? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്യാർ ഡേറ്റ ടൈപ്പ് ആണ്, കാരണം അതിനകത്തുള്ള സ്റ്റോർ ചെയ്യുന്ന എലമെൻറ്റ്സ് എന്തായിരിക്കും? ക്യാരക്ടേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് ഉണ്ട് ഫീ, അഥവാ ഫീ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എലമെൻറ്റ്സ് എന്തായിരിക്കും? ഫ്രാക്ഷണൽ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പഠിക്കുന്ന ടോപ്പിക്കാണ് എന്താണ് വേരിയബിൾ ഡിക്ലറേഷൻ. നമ്മുടെ അതിൽ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാമെന്ന് നോക്കാം. മൂന്ന് രീതിയിൽ ഏതെങ്കിലും ഒരു രീതി അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് സ്ട്രക്ചർ ടാഗ്, അഥവാ സ്ട്രക്ചർ നെയിം, സ്ട്രക്ചർ വേരിയബിൾ സെമിക്കോളൻ, അല്ലെങ്കിൽ സ്ട്രക്ചർ ടാഗ് വേരിയബിൾ 1, വേരിയബിൾ 2, എക്സെട്രാ വേരിയബിൾ n, ഇങ്ങനെ ചെയ്യാം. അല്ല, സ്ട്രക്ചർ ടാഗ് വേരിയബിൾ 1, വേരിയബിൾ 2 എങ്ങനെ വേണമെങ്കിൽ കൊടുക്കട്ടോ. ഏറ്റവും സിമ്പിൾ മെത്തേഡ് നമുക്ക് എങ്ങനെ കൊടുത്താലും മതി കേട്ടോ. ലാസ്റ്റ് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞല്ലോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്കാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് എങ്ങനെ ഒരു ടോട്ടൽ മെമ്മറി ബൈറ്റ്സ് കണ്ടുപിടിക്കുക. നമുക്കൊരു സ്ട്രക്ചർ തരികയാണ്. ഒരു സ്ട്രക്ചർ എന്നിട്ടാണെങ്കിൽ ടോട്ടൽ മെമ്മറി ബൈറ്റ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണ്. ഈ സ്ട്രക്ചറിൻ്റെ പേരെന്ത് മക്കളെ? സ്റ്റുഡൻറ്റ് എന്നാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, മാർക്കുണ്ട്. അപ്പോൾ ടോട്ടൽ ബൈറ്റ്സ് കണ്ടുപിടിക്കുക മക്കളെ. ഇവിടെ വെക്കാം. ആദ്യം റോൾ നമ്പർ നോക്കാം. റോൾ നമ്പറിൻ്റെ ടൈപ്പ് എന്താണ്? ഇൻ്റ് ആണ്. ഇൻ്റ് ആകുമ്പോൾ സൈസ് എന്തായിരിക്കും? ഇൻ്റ് ആകുമ്പോൾ സൈസ് 4 ബൈറ്റ് ആയിരിക്കും. ഇൻ്റെ ആകുമ്പോൾ സൈസ് 4 ബൈറ്റ്സ് ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത് നോക്കാം. നെയിമിൻ്റെ സൈസ് നെയിമിൻ്റെ സൈസ് സൈസ് 1 ബൈറ്റിൽ 1 ബൈറ്റ്സ്. ഓക്കെ, 1 ബൈറ്റ് ആകുമ്പോൾ ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്? 20 ഉണ്ടല്ലോ മക്കളെ. 1 × 20 മക്കളെ 20 വരില്ലേ? അപ്പോൾ എന്താണ് ഈ പറഞ്ഞ 4 ബൈറ്റ് കൂട്ടി, നെക്സ്റ്റ് 20 × 1 അഥവാ 20 ബൈറ്റ്സ് കൂട്ടി. ദെൻ അടുത്ത് എന്താ മക്കളെ? അടുത്ത് നോക്കാം. ഫ്ലോട്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ മാർക്കിൻ്റെ ടൈപ്പ് എന്താണ്? ഫ്ലോട്ടാണ്. ഫ്ലോട്ടിൻ്റെ സൈസ് മക്കളെ 4 ബൈറ്റ് അല്ലേ? 4 ബൈറ്റ്സ്. ഓക്കെ, 4 ബൈറ്റ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ 4 ബൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ കൂട്ടുമ്പോൾ നോക്കാം. 4 20 4 എത്ര മക്കളെ? 28 ബൈറ്റ്സ് വരും. 28 ബൈറ്റ്സ് വരും അല്ലേ? 28 ബൈറ്റ്സ് വരും. ഓക്കെ ആണോ? സെറ്റാണോ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. എങ്ങനെ അടുത്ത നമുക്ക് ഒരു സ്ട്രക്ചർ എലമെൻറ്റ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. അതായത് സ്ട്രക്ചർ എലമെൻറ്റ്സ് തരികയാണ്, എങ്ങനെ നമുക്ക് വേരിയബിൾ വെച്ച് ഡിക്ലെയർ ചെയ്യാം അല്ലെങ്കിൽ ആക്സസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിൻറ്റാക്സ് ആണ് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം. അല്ലേ? ഇവിടെ നോക്കാം.
എന്താ പറയുക, ഞാനിപ്പോൾ എന്താണ് ഒരു സ്ട്രക്ചർ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ വെക്കാം. ഞാൻ സ്ട്രക്ചർ കൊടുക്കുകയാണ്. സ്ട്രക്ചറിൻ്റെ പേര് സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു. ഇൻറ്റ് റോൾ നമ്പർ ഫ്ലോട്ട് ഫീ. ഓക്കെ, സ്ട്രക്ചറിൻ്റെ വേരിയബിൾ നെയിം നമുക്ക് സ്ട്രക്ചറിൻ്റെ വേരിയബിൾ നെയിം കൊടുക്കുകയാണ്. എന്താണ് കൊടുക്കുന്നത് നോക്കാം. ഇ എന്ന് പറഞ്ഞ സ്ട്രക്ചർ വേരിയബിൾ കൊടുത്തു. അപ്പോൾ ഈ പറഞ്ഞ സ്ട്രക്ചർ എലമെൻറ്റ്സ് ആയിരിക്കും റോൾ നമ്പറും ഫീ. ഇതിനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾ നമുക്ക് ഇ ആണ്. ഇ ഡോട്ട് ഫസ്റ്റ് എലമെൻറ്റ് റോൾ നമ്പറാണ്. റോൾ നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് അടുത്ത സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇ ആണ്. ഇ ഡോട്ട് എന്താണ് ഫീ എന്ന് കൊടുക്കുക. കുഴപ്പമില്ലല്ലോ, സെയിം ഐറ്റം. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എലമെൻറ്റ്സ് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, സെറ്റല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കാം. എന്താണ് മക്കൾ നെസ്റ്റഡ് സ്ട്രക്ചർ? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിൻ്റെ ബ്ലോക്കിൽ മറ്റൊരു സ്ട്രക്ചർ വരുന്നത്. ഒരു സ്ട്രക്ചറിൻ്റെ ബ്ലോക്കിലാണെങ്കിൽ മറ്റൊരു സ്ട്രക്ചർ വരുന്നത് മക്കൾ എന്താ? നെസ്റ്റഡ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രക്ചറിനുള്ളിലാണെങ്കിൽ മറ്റൊരു സ്ട്രക്ചർ. നിങ്ങൾ കഴിഞ്ഞ പോലെയാണെങ്കിൽ നെസ്റ്റഡ് ലൂപ്പ് പഠിച്ചായിരുന്നു. നെസ്റ്റഡ് ലൂപ്പ് എന്തായിരുന്നു? ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ് വരുന്നത് അല്ലേ? ഒരു ലൂപ്പിൻ്റെ ബ്ലോക്കിലാണെങ്കിൽ മറ്റൊരു ലൂപ്പ് വരുന്നു. അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്തുമായിരിക്കും? ഒരു സ്ട്രക്ചറിനകത്താണെങ്കിൽ മറ്റൊരു സ്ട്രക്ചർ വരുന്നു. ഓക്കെ, അതായിരിക്കും ഈ പറഞ്ഞ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഡെഫിനിഷൻ ബി നോക്കാം, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളും. ഡെഫിനിഷൻ ബി എന്ന് പറയുന്നത് സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് ഇൻറ്റ് അഡ്മിഷൻ നമ്പർ ക്യാർ നെയിം ഓഫ് 20 സ്ട്രക്റ്റ് ഡേറ്റ്. അപ്പോൾ ഇവിടെ നോക്കാം, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. ദെൻ അത് ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ എന്ത് ചെയ്തു? സ്ട്രക്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തു, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തു. അപ്പോൾ സ്ട്രക്റ്റ് ഡേറ്റ് കൊടുത്തു, ഷോർട്ട് ഡേ, ഷോർട്ട് മന്ത്, ഷോർട്ട് ഇയർ, ഇതെല്ലാം കൊടുത്തു അല്ലേ? ദെൻ ഈ പറഞ്ഞ ഡേറ്റിലുള്ള വേരിയബിൾ എന്താണ്? DT_ADM എന്നാണ്. DT_ADM അല്ലേ? DT_ADM ആണ് അല്ലേ? ദെൻ ഫ്ലോട്ട് എന്നാണ്. ദെൻ ഫ്ലോട്ട് ഫീ എവിടുത്തെ മെമ്പറാണ് മക്കളെ? നാടി സ്റ്റുഡൻറ്റിലെ മെമ്പർ അല്ലയോ? അപ്പോൾ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അത്തരത്തിലാവും ഈ പറഞ്ഞ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിനുള്ള മറ്റൊരു സ്ട്രക്ചറാണ് മക്കളെ എന്ത്? ഡേറ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിൻ്റെ അകത്തുള്ള മറ്റൊരു സ്ട്രക്ചറാണ് മക്കളെ എന്ത്? ഡേറ്റ് സ്ട്രക്ചർ എന്ന് പറയാം. ഓർത്തിരിക്കുക, അതാണ് ഡെഫിനിഷൻ ബി പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞാൽ മക്കളെ അറേയും സ്ട്രക്ചർ ഡിഫറൻസ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. അറേ സ്ട്രക്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. മക്കളെ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ആണെന്ത്? അറേ എന്ന് പറഞ്ഞാൽ. സ്ട്രക്ചർ എന്താ മക്കളെ? ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. സ്ട്രക്ചർ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ്. അറേ എന്താ മക്കളെ? ഡിറൈവ്ഡ് ആണ്. ഇതിനെ അടുത്ത് നോക്കാം, ഈസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ. നമ്മൾ സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ എലമെൻസിൻ്റെ കളക്ഷൻ നമുക്ക് എന്ത്? അറേ എന്ന് പറഞ്ഞാൽ. ദെൻ സ്ട്രക്ചർ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഡേറ്റ ഐറ്റംസിൻ്റെ കളക്ഷൻ എന്ത്? സ്ട്രക്ചർ. ഓക്കെ, ദെൻ ഇവിടെ നോക്കാം അറേസിൻ്റെ എലമെൻറ്റ്സിൻ്റെ റെഫറൻസ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും നമ്മളെ? കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റ് ആയിരിക്കും. ദെൻ സ്ട്രക്ചർ ആണെങ്കിൽ നമ്മളെ സ്ട്രക്ചർ ആണെങ്കിൽ കറസ്പോണ്ടിങ് നമ്മുടെ ഈ പറഞ്ഞ ഡോട്ട് ഓപ്പറേറ്റർ അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കാം, വെൻ എൻ എലമെൻറ്റ് ഓഫ് എൻ അറേ ബിക്കംസ് അനദർ അറേ. ഒരു അറയ്ക്കകത്താണെങ്കിൽ മറ്റേ അറേ വരികയാണെങ്കിൽ എന്തുമായിരിക്കും? അത് മൾട്ടി ഡയമെൻഷണൽ അറേ ആയിരിക്കും. നെക്സ്റ്റ് സ്ട്രക്ചർ നമുക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിനകത്താണെങ്കിൽ മറ്റൊരു സ്ട്രക്ചർ വരികയാണെങ്കിൽ എന്തുമായിരിക്കും? നെസ്റ്റഡ് സ്ട്രക്ചർ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് അറേ ഓഫ് സ്ട്രക്ചർ പോസിബിൾ ആയിരിക്കും. നെക്സ്റ്റ് സ്ട്രക്ചറിനകത്ത് നമ്മളെ സ്ട്രക്ചറിനകത്താണെങ്കിൽ ഒരു അറേ എലമെൻ്റ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മക്കളെ എന്ത്? അറേ സ്ട്രക്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് പോയിൻ്റർ. എന്താണ് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ? പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ് മക്കളെ എന്ത്? പോയിൻ്റർ അല്ലേ? ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ആണ് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ആണ്. എന്താണ് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, ഏത് ഫിഗറാണ്? അതാണ്ട് ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എന്താ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ. പോയിൻ്റർ ഇവിടെ നോക്കാം, ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിൻ്റർ എന്ന് പറയുമ്പോൾ പോയിൻ്റ് ചെയ്യും. പോയിൻ്റർ എന്ന് പറയുമ്പോൾ പോയിൻ്റ് ചെയ്യും അല്ലേ? പോയിൻ്റർ മീനിങ് എന്താണ്? പോയിൻ്റ് ചെയ്യും. ഇവിടെ നോക്കാം, ഇവിടെയാണെങ്കിൽ 1001 ഇവിടെ നോക്കാം, 1001 നമ്പിൻ്റെ അഡ്രസ്സാണ്. 1001 നമ്പിൻ്റെ അഡ്രസ്സാണ്. അത് എവിടെ അടങ്ങിയേക്കുന്നു? PTR1 അടങ്ങിയേക്കല്ലോ. PTR1 എന്ത് അടങ്ങിയേക്കും? നമ്മളെ നമ്പിൻ്റെ അഡ്രസ്സായിട്ടുള്ള 1000 അടങ്ങിയേക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ PTR1 എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു? ഇതാണ്ട് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു. അഥവാ PTR1 എന്ത് വിളിക്കാം? നമുക്ക് പോയിൻ്റർ എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ? പോയിൻ്റർ എന്ന് പറഞ്ഞാൽ മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് ഒരു വേരിയബിൾ അടങ്ങുന്നു, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പോയിൻ്റർ. അതാണ് പോയിൻ്റർ. മറ്റൊരു വേരിയബിൾ അഡ്രസ്സ് നമ്മളെ ഒരു വേരിയബിൾ അടങ്ങുന്നു, അതിനെ വിളിക്കുന്ന പേരെന്താണ്? പോയിൻ്റർ. അതാണ് പോയിൻ്റർ. ഓക്കെ, അപ്പോൾ മറ്റൊരു വേരിയബിൾ അഡ്രസ്സ് നമുക്ക് എന്താണ്? ഒരു വേരിയബിൾ അടങ്ങുന്ന വിളിക്കുന്ന പേരെന്ത്? പോയിൻ്റർ എന്ന് പറയുന്നത്. പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ഓർത്തിരിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ. പോയിൻ്റർ മക്കളെ മറ്റൊരു വേരിയബിൾ അഡ്രസ്സ്, ഇവിടെ നമ്പിൻ്റെ അഡ്രസ്സ്
ഇത് മറ്റൊരു വേരിയബിളാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ് അവിടെ സ്റ്റോർ ചെയ്യുന്ന മക്കളെ PTR എന്താ പോയിന്റർ സ്റ്റോർ ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേര് മക്കൾ എന്ത് പോയിന്റർ എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കാം നമുക്ക് ഈ പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് ഈ പറഞ്ഞ പോയിന്റർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം നോക്കാം. ഡേറ്റ ടൈപ്പ് സ്പേസ് സ്റ്റാർ പോയിന്റർ വേരിയബിൾ നെയിം എന്നാണ്. ഡേറ്റ ടൈപ്പ് സ്പേസ് സ്റ്റാർ പോയിന്റർ വേരിയബിൾ നെയിം. എക്സാമ്പിൾ നോക്കാം. ഇൻഡ് സ്റ്റാർ പി എന്താടാ പി എന്താണ് ഒരു പോയിന്റർ വേരിയബിൾ ആണ്, അതുകൊണ്ട് കൊടുക്കാം ഇൻഡ് സ്റ്റാർ പി എന്ന് കൊടുക്കാം. നെക്സ്റ്റ് ഇൻഡ് സ്റ്റാർ PTR എന്താണ് ആ PTR എന്താണ് ഒരു പോയിന്റർ വേരിയബിൾ ആണ്. സോ എന്ത് കൊടുക്കാം നമുക്ക് അങ്ങനെ കൊടുക്കാം. ഓക്കെ നെക്സ്റ്റ് ബാക്കിയല്ല അതേപോലെ നമുക്ക് സ്റ്റാർ ഇട്ട് കൊടുത്താൽ അതൊരു പോയിന്റർ ആയിക്കോളും. ഓക്കെ പിന്നെ വേറെ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെയാണെങ്കിൽ എനിക്കിപ്പോൾ ഈ പറഞ്ഞ PTR1 ഒരു പോയിന്റർ വേരിയബിൾ ആണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ PTR1ലാണെങ്കിൽ ഏതിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് നമ്പിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PTR1-നകത്താണെങ്കിൽ നമ്പിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു എങ്ങനെ കാണിക്കാൻ പറ്റി നമുക്ക് പ്രോഗ്രാമിൽ ഒന്നുമില്ല, വലിയ പരിപാടി ഇവിടെ നോക്കാം. PTR1 = ആൻഡ് നം എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് എന്താണ് അഡ്രസ് ഓഫ് നം എന്താണ് അഡ്രസ് ഓഫ് നം അല്ലേ, അഡ്രസ് ഓഫ് നം ആയിരിക്കും. അപ്പോൾ PTR1 നമുക്ക് എന്താണ് അഡ്രസ് ഓഫ് നം ആയിരിക്കും. നമ്പിൻ്റെ അഡ്രസ് അവിടെ അടങ്ങിയിരിക്കുന്നു, PTR1-ൽ അടങ്ങിയിരിക്കുന്നു. ഇതാണ് മക്കളെ ഇതിൻ്റെ മീനിങ്. ഇത് പ്രോഗ്രാമറ്റിക്കൽ കാണിക്കാൻ പറ്റിയ ഒരു ഐറ്റം എന്താ PTR1 = ആൻഡ് നം എന്താണ് PTR1 = ആൻഡ് നം. ഓക്കെ ആണോ? ഓക്കെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ മക്കളെ ഇവിടെ നോക്കാം. രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. സ്റ്റാർ എന്നാണ് സ്റ്റാർ ഓപ്പറേറ്റർ. സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ് വാല്യൂ അറ്റ് ആയിരിക്കും, വാല്യൂ അറ്റ്. ദെൻ ആൻഡ് എന്താണ് ആൻഡ് അഡ്രസ് ഓഫ് ഇല്ലേ, അഡ്രസ് ഓഫ് എന്താണ് സ്റ്റാർ വാല്യൂ അറ്റും ആൻഡ് എന്താണ് അഡ്രസ് ഓഫ് ആണ്. സ്റ്റാർ വാല്യൂ അറ്റുണ്ട്, ദെൻ ആൻഡ് എന്താണ് മക്കളെ അഡ്രസ് ഓഫ് ആണ്. അപ്പോൾ വാല്യൂ അറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത്, നമ്മുടെ ഈ പറഞ്ഞ ഒരു വേരിയബിൾ വരുവാണ്, അത് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മളത് വാല്യൂ അറ്റ്. ദെൻ ആൻഡ് എന്താ നമ്മൾ ആൻഡ് എന്ന് പറയുന്നത് അഡ്രസ് ഓഫ്. അഡ്രസ് ഓഫ് എന്താണ് ഒരു വേരിയബിൾ, അതാണ് നമുക്ക് ആൻഡ് എന്ന് പറയുക അല്ലേ. ഓക്കെ ഇവിടെ നമുക്ക് ആൻസർ നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഓക്കെ ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഓക്കെ ഇത് ഞാൻ പറയുന്നില്ല. ഓക്കെ ഇവിടെ നമ്മൾ ഇവിടെ ഓക്കെ നമുക്കിവിടെ ആൻസർ ചെയ്യാൻ എഴുതിയിട്ടിപ്പോൾ ഉണ്ട്. ഇവിടെ വെക്കാം CO ആൻഡ് നം. നോക്കാം CO ആൻഡ് നം. CO ആൻഡ് നം എന്ന് പറയാം മക്കൾ എന്താണ് CO ആൻഡ് നം എന്ന് പറയുന്നത് അറിയണം. നമ്മുടെ നമ്മിൻ്റെ അഡ്രസ്സ് എന്തുവാണ്, നമ്മിൻ്റെ അഡ്രസ്സ് 1001 അല്ലയോ, 1001 ഡിസ്പ്ലേ ആയിട്ട് വരും. നെക്സ്റ്റ് CO PTR1 എന്താണ് CO PTR1 എന്ന് പറഞ്ഞാൽ നമ്മുടെ PTR1-ൽ കിടക്കുന്ന കണ്ടന്റ് എന്തുവാണ് 1001. അപ്പോൾ 1001 ഡിസ്പ്ലേ ആയിട്ട് വരും. നെക്സ്റ്റ് CO നം എന്താണ് CO നം എന്ന് പറയുമ്പോൾ അവിടുത്തെ എന്തുവാണ് CO നം എന്ന് പറയും. നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മിൽ കിടക്കുന്ന വാല്യൂ എന്താണ് 25. അപ്പോൾ 25 ഡിസ്പ്ലേ ആയിട്ട് വരും. നെക്സ്റ്റ് അടുത്ത് നോക്കാം CO സ്റ്റാർ PTR എന്താണ് സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ ആ PTR1 എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. അവിടെ നോക്കാം PTR1 എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ പോയിന്റ് ചെയ്യുന്നില്ലേ. അപ്പം PTR1 നിന്നാണെങ്കിൽ നമ്മിലോട്ട് പോയിന്റ് ചെയ്യുന്നു, നമ്മിലോട്ട് പോയിന്റ് ചെയ്യുന്നതാണ്. PTR1 നിന്നാണെങ്കിൽ നമ്മിലോട്ട് പോയിന്റ് ചെയ്യുന്നില്ലേ, പോയിന്റ് ചെയ്യുന്നു. ഓക്കെ അപ്പോൾ അവിടെ ആ പോയിന്റ് ചെയ്യുന്ന ആ വേരിയബിളിൻ്റെ വാല്യൂ ആയിരിക്കും മക്കൾ എന്ത് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാർ PTR. അപ്പോൾ ഈ പറഞ്ഞത് എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു, നമ്മിലോട്ട് പോയിന്റ് ചെയ്യുന്നു. നമ്മിൽ കിടക്കുന്ന വാല്യൂ എന്താണ് 25. അപ്പോൾ 25 ഡിസ്പ്ലേ ആയിട്ട് വരും. നെക്സ്റ്റ് എടുത്ത് നോക്കാം CO ആൻറ്റി PTR എന്നാണ്. CO ആൻറ്റി PTR എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് PTR1. PTR1-ൻ്റെ അഡ്രസ്സ് അതാണ് PTR1-ൻ്റെ അഡ്രസ്സ്. PTR1-ൻ്റെ അഡ്രസ്സ് നമുക്കുള്ളത് 1500 അല്ലെ, 1500 വരും. നെക്സ്റ്റ് അടുത്ത് നോക്കാം CO സ്റ്റാർ നം. എന്താണ് CO സ്റ്റാർ നം എന്താണ് എറ. ഈ കാര്യം എന്താടാ ഈ പറഞ്ഞ നമ്മൊരു പോയിന്റർ ആണോ, നമ്മൊരു പോയിന്റർ അല്ല. നമ്മളിവിടെ നേരത്തെ CO സ്റ്റാർ PTR എന്നാണ് സ്റ്റാർ PTR എഴുതി. PTR1 എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു, നമ്മിലോട്ട് പോയിന്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് CO സ്റ്റാർ PTR എന്നാണ് നമ്മിനകത്ത് കിടക്കുന്ന വാല്യൂ ഡിസ്പ്ലേ ആക്കി. ദെൻ CO സ്റ്റാർ നമ്പർ റൈറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും ഇവിടെ, അവിടുത്തെ നമ്മ എങ്ങോട്ടെങ്കിലും പോയിന്റ് ചെയ്യുന്നുണ്ടോ ഇല്ല. അതുകൊണ്ട് എന്താണ് നമ്മ ഈസ് നോട്ട് എ പോയിന്റർ, അവിടെ എന്തെങ്കിലും എറർ വരും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് വളരെ ആപ്ലിക്കേഷനിൽ ക്വസ്റ്റ്യൻസ് വരാറില്ല കേട്ടോ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ. മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ നോക്കാം. നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് രണ്ട് കാര്യം നമ്മൾ മെമ്മറി അലോക്കേറ്റ് എന്ത് കാര്യങ്ങളെന്നാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. അപ്പം മെമ്മറി അലോക്കേഷൻ രണ്ട് മെത്തേഡ്സ് ഉള്ളതാണ്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ഉണ്ട്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. സ്റ്റാറ്റിക്കും ഉണ്ട്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ അഥവാ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുന്നായിട്ടാണെങ്കിൽ അഥവാ എക്സിക്യൂഷൻ നടക്കുന്നതിന് മുന്നായിട്ടാണെങ്കിൽ മെമ്മറി അലോക്കേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നമുക്ക് എന്താ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്നാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നതിന് മുന്നായിട്ട് ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നതിന് മുന്നായിട്ടാണെങ്കിൽ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് അതിനെ വിളിക്കുന്ന പേര് നമുക്ക് എന്ത് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. നെക്സ്റ്റ് വൺ ഈസ്
എന്താ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്താണ് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ അഥവാ ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിലാണ് എങ്കിൽ നടക്കുന്ന മെമ്മറി അലോക്കേഷൻ നമുക്ക് എന്താ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ അപ്പോൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉപയോഗിക്കുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് ന്യൂവും ഡിലീറ്റും അപ്പോൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ അപ്പോൾ ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് ന്യൂവും ഡിലീറ്റും അപ്പോൾ ന്യൂവും ഡിലീറ്റും ആണ് നമുക്ക് ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ് നോക്കാം ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് നോക്കാം ഫസ്റ്റ് ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമ്മൾ ന്യൂവും ഡിലീറ്റും ആണ് ഫസ്റ്റ് നോക്കാം ന്യൂ ഓപ്പറേറ്റർ ന്യൂ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ന്യൂ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് നമുക്ക് ഒരു പോയിന്റർ വേരിയബിളിൽ നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ നമുക്ക് എന്ത് ന്യൂ ഓപ്പറേറ്റർ എന്നാണ് പുതിയതായിട്ട് നമുക്കൊരു മെമ്മറി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അതിന് ഉപയോഗിക്കുന്ന നമുക്ക് എന്ത് ഈ ന്യൂ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇവിടെയൊക്കെ എങ്ങനെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം പോയിന്റർ വേരിയബിൾ ഇസിക്കൽ ടു ന്യൂ ഡേറ്റ ടൈപ്പ് പോയിന്റർ വേരിയബിൾ എന്താണ് അത് കൊടുക്കുക ഈക്വൽ ടു ന്യൂ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ കൊടുക്കാം എൻ്റെ പോയിന്റർ വേരിയബിൾ കൊടുക്കുക ഇൻറ്റ് സ്റ്റാർ പി പോയിന്റർ വേരിയബിൾ ആണല്ലോ ഓക്കെ കുഴപ്പമില്ലല്ലോ നെക്സ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യണം എനിക്കിപ്പോൾ ഈ പോയിന്റർ വേരിയബിൾ എന്താണ് ഒരു പുതിയ മെമ്മറി അലോക്കേറ്റ് എന്ത് ചെയ്യണം പി ഇസിക്കൽ ടു എന്ത് കൊടുക്കാം എൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ് ന്യൂ ഡേറ്റ ടൈപ്പ് എന്താണ് ഇൻറ്റ് അപ്പോൾ ഇൻറ്റ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാണ് അപ്പോൾ ഈ ഇൻറ്റിൻ്റെ സൈസ് നമുക്ക് 4 ബൈറ്റ് അപ്പോൾ 4 ബൈറ്റുള്ളൊരു മെമ്മറി അലോക്കേറ്റ് ആയി വരും 4 ബൈറ്റുള്ള മെമ്മറി എന്താണ് ഒരു മെമ്മറി സ്പേസ് അവിടെ ക്രിയേറ്റ് ആയിട്ട് വരും മനസ്സിലായോ അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ഈ പറഞ്ഞ ന്യൂ ഓപ്പറേറ്റർ മനസ്സിലായോ ഓക്കെ അല്ലേ ഇപ്പോൾ കൊടുക്കാം SIPTR എന്നാണ് SIPTR എന്ന് പറഞ്ഞാൽ SIPTR കൊടുക്കാം SIPTR എന്നൊരു പോയിന്റർ വേരിയബിൾ ആണ് അപ്പോൾ SIPTR ഇങ്ങനെ ഡിക്ലെയർ ചെയ്തത് ഷോർട്ട് SIPTR എന്ന് കേട്ടോ ഷോർട്ട് SIPTR അപ്പോൾ SIPTR പോയിന്റർ വേരിയബിൾ ആണ് അല്ലേ ഓക്കെ പോയിന്റർ വേരിയബിൾ ആണ് മക്കളെ ഇതെന്ത് ചെയ്തു SIPTR ആണെങ്കിൽ ഒരു പോയിന്റർ വേരിയബിൾ ആണ് ഡേറ്റ ടൈപ്പ് എന്താണ് ഷോർട്ടാണ് സൈസ് എത്രയാണ് 2 ബൈറ്റ്സ് അല്ലേ 2 ബൈറ്റ്സ് ആണ് അപ്പോൾ ഇവിടെ വെക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പുതിയതായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ നമുക്ക് 2 ബൈറ്റുള്ള മെമ്മറി അലോക്കേറ്റ് ആവും 2 ബൈറ്റുള്ള ഒരു മെമ്മറി അവിടെ അലോക്കേറ്റ് ആവും അല്ലേ അപ്പോൾ അതാണ് നമുക്ക് എന്ത് നമ്മുടെ ഈ പറഞ്ഞ ഷോർട്ട് SIPTR നമുക്ക് 2 ബൈറ്റുള്ള ഒരു മെമ്മറി സ്പേസ് അവിടെ അലോക്കേറ്റ് ആയിട്ട് വരും ഓക്കെ നെക്സ്റ്റ് എടുത്ത് നോക്കാം FLPTR നമുക്ക് FLPTR എന്നാണ് FLPTR എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം ഫ്ലോട്ട് സ്റ്റാർ FLPTR എന്ന് പറയുന്നതോടാ നമുക്ക് ഈ പറഞ്ഞ FLPTR ടൈപ്പ് എന്താണ് ഫ്ലോട്ട് എത്ര ബൈറ്റ്സ് നമുക്ക് 4 ബൈറ്റ്സ് അല്ലേ 4 ബൈറ്റ്സ് അപ്പോൾ 4 ബൈറ്റ്സ് അഥവാ 1 2 3 4 അപ്പോൾ 4 ബൈറ്റ്സ് ഉള്ള ഒരു മെമ്മറി സ്പേസ് അവിടെ അലോക്കേറ്റ് ആവും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ന്യൂ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ന്യൂ ഓപ്പറേറ്റർ അത് മാത്രമല്ല നമുക്ക് ന്യൂ ഓപ്പറേറ്റർ നമ്മളിപ്പോൾ ഡിക്ലെയർ അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ ഇവിടെ നോക്കാം ഫോർ എക്സാമ്പിൾ എങ്ങനെ നോക്കാം പോയിന്റർ വേരിയബിൾ ഇസിക്കൽ ടു ന്യൂ ഡേറ്റ ടൈപ്പ് ബ്രാക്കറ്റ് വാല്യൂ ഓക്കെ അപ്പോൾ ഇതെങ്ങനെ കൊടുക്കാം നമുക്ക് എക്സാമ്പിൾ കൊടുക്കാം SIPTR പോയിന്റർ വേരിയബിൾ ആണ് ഈക്വൽ ടു ന്യൂ ഷോർട്ട് ബ്രാക്കറ്റ് 0 എന്താ നമുക്കൊരു വാല്യൂ ആണ് അല്ലേ നെക്സ്റ്റ് FLPTR ഇസിക്കൽ ന്യൂ ഫ്ലോട്ട് 3.14 അപ്പോൾ 3.14 നമുക്കൊരു വാല്യൂ ആണല്ലോ അപ്പോൾ അതവിടെ കൊടുക്കാം ഓക്കെ അല്ലേ നെക്സ്റ്റ് നോക്കാം ഡിലീറ്റ് ഓപ്പറേറ്റർ നമുക്ക് ഡിലീറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ ഇവിടെ മെമ്മറി ബ്ലോക്ക് ഡി അലോക്കേറ്റഡ് ബൈ ഡിലീറ്റ് ഓപ്പറേറ്റർ ഓക്കെ അതായത് നമുക്കിപ്പോൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അലോക്കേറ്റ് ആക്കി വെച്ചേക്കുന്ന ഒരു മെമ്മറി ബ്ലോക്ക് ഉണ്ട് ഫോർ എക്സാമ്പിൾ നോക്കടാ ഇതിപ്പോൾ ഞാൻ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അലോക്കേറ്റ് ആക്കി മെമ്മറി ബ്ലോക്ക് അല്ലേ SIPTRൻ്റെ അപ്പോൾ ഈ 2 ബൈറ്റ് മെമ്മറി ബ്ലോക്ക് എന്താ മക്കളെ ഞാനിപ്പോൾ ആ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിപ്പോൾ അലോക്കേറ്റ് ആക്കി വെച്ചേക്കുകയാണ് ഞാനപ്പോൾ അതിനെയാണെങ്കിൽ അലോക്കേറ്റ് ചെയ്യുക അഥവാ റിമൂവ് ചെയ്യുകയാണ് ഉപയോഗിച്ചിട്ടുണ്ട് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അതിനെ വിളിക്കുന്ന പേര് നമുക്ക് ഡിലീറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് അലോക്കേറ്റ്
അലോക്കേറ്റ് ചെയ്ത മെമ്മറി ബ്ലോക്കിനെ ഡിലീറ്റ് ഓപ്പറേറ്റ് നമുക്ക് ഡീഅലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡിലീറ്റ് പോയിന്റർ വേരിയബിൾ നോക്കാം. ഡിലീറ്റ് പോയിന്റർ വേരിയബിൾ എന്ന് എന്താണ്? ഡിലീറ്റ് പോയിന്റർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് SIPTR മക്കളെ പോയിന്റർ വേരിയബിളാണ്. SIPTR പോയിന്റർ വേരിയബിളാണ് അല്ലേ. അപ്പോൾ അതാണ് അതിനകത്ത് കിടക്കുന്നത്. നമ്മൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അലോക്കേറ്റ് ആക്കി വെച്ചിരിക്കുന്ന മെമ്മറി ബ്ലോക്കിൽ എന്ത് ചെയ്യടാ, നമ്മൾ ഡിലീറ്റ് ഓപ്പറേറ്റർ വെച്ച് ഡിലീറ്റ് ചെയ്യുന്നു. ഇതാണെന്ത് ഈ പറഞ്ഞ ഡിലീറ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മെമ്മറിയിലേക്ക്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മെമ്മറിയിലേക്ക് എന്ന് പറഞ്ഞാൽ. എന്താ മെമ്മറിയിലേക്ക് എന്ന് പറഞ്ഞാൽ? മെമ്മറിയിലേക്ക് എന്ന് പറഞ്ഞാൽ അനാഥ മെമ്മറി ബ്ലോക്കിൻ്റെ ശേഖരം. എന്താണ് അനാഥ മെമ്മറി ബ്ലോക്ക് അഥവാ ഓർഫണ്ട് മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ? ഓർഫണ്ട് മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴാണെങ്കിൽ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഒരു മെമ്മറി ബ്ലോക്ക് നമ്മൾ അലോക്കേറ്റ് ആക്കി വെച്ചു. ഞാനിപ്പോൾ എന്താണ് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ മെമ്മറി അലോക്കേറ്റ് ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2 ബൈറ്റുള്ള അല്ലെങ്കിൽ 4 ബൈറ്റുള്ള ഒരു മെമ്മറി ബ്ലോക്ക് അലോക്കേറ്റ് ആക്കി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ അലോക്കേറ്റ് ആക്കി വെച്ചപ്പോഴാണെങ്കിൽ ഈ വേരിയബിൾ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ അലോക്കേറ്റ് ആക്കി വെച്ചേക്കുന്നു. പക്ഷേ എന്താണ് അത് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഡീഅലോക്കേറ്റ് ചെയ്തില്ല. ഓക്കെ, ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ അലോക്കേറ്റ് ആക്കി വെച്ചേക്കുന്നു. പിന്നെ എന്താണ് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഡീഅലോക്കേറ്റ് ചെയ്തില്ല. അപ്പോൾ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഡീഅലോക്കേറ്റ് ചെയ്യാതെ വരുമ്പോൾ സിറ്റുവേഷൻ നമ്മൾ എന്ത്, ആ ഒരു മെമ്മറി ബ്ലോക്കിനെ വിളിക്കുന്ന പേരെന്ത്? ഓർഫണ്ട് മെമ്മറി ബ്ലോക്ക്. അപ്പോൾ അനാഥമായിട്ടുള്ള മെമ്മറി ബ്ലോക്ക് നമ്മൾ ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ടാണെങ്കിൽ ആ ഒരു ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് മെമ്മറി അലോക്കേറ്റ് ഒക്കെ വെച്ചേക്കുന്നു. ദെൻ അതിനെ അലോക്കേറ്റ് ചെയ്തിട്ടില്ല, ഡിലീറ്റ് ഓപ്പറേറ്റർ വെച്ച് അലോക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ആ ഒരു മെമ്മറി ബ്ലോക്കിനെ വിളിക്കുന്ന പേരെന്ത്? ഓർഫണ്ട് മെമ്മറി ബ്ലോക്ക്. അപ്പോൾ അത്തരത്തിൽ ഇത് ഒരുപാട് ടൈം സംബന്ധിച്ച് ഈ ഓർഫണ്ട് മെമ്മറി ബ്ലോക്കിൻ്റെ ആണെങ്കിൽ അളവ് കൂടും. അഥവാ എന്താണ് ഈ പറഞ്ഞുള്ള ഓർഫണ്ട് മെമ്മറി ബ്ലോക്കിൻ്റെ എണ്ണം പെരുകി വരും. അപ്പോൾ അത്തരത്തിൽ ആ ഒരു സിറ്റുവേഷൻ വിളിക്കുന്ന പേര് നമുക്കെന്ത്? മെമ്മറിയിലേക്ക്. അഥവാ ഓർഫണ്ട് മെമ്മറി ബ്ലോക്ക് വരുമ്പോൾ സിറ്റുവേഷൻ നമുക്കെന്ത്? ഈ പറഞ്ഞ മെമ്മറിയിലേക്ക്. എന്താണ് ഓർഫണ്ട് മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ? ഓർഫണ്ട് മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അലോക്കേറ്റ് ആക്കി വെച്ചേക്കുന്ന മെമ്മറി ആണെങ്കിൽ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അലോക്കേറ്റ് ചെയ്തില്ല. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് നമുക്കെന്ത്? ഓർഫണ്ട് മെമ്മറി ബ്ലോക്ക് എന്നാണ്. ഓർഫണ്ട് മെമ്മറി ബ്ലോക്ക് എന്ന് വിളിക്കുന്നതാണ് ഓർഫണ്ട് മെമ്മറി ബ്ലോക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. എന്താണ് ഓർഫണ്ട് മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് അടുത്ത് നോക്കാം അതിൻ്റെ റീസൺസ്, ഈ മെമ്മറിയിലേക്ക് ഉണ്ടാകുന്ന റീസൺസ് എന്തൊക്കെയാണ്? റീസൺസ് നോക്കാം. ഫസ്റ്റ് റീസൺ നോക്കാം. ഫോർഗെറ്റിംഗ് ടു ഡിലീറ്റ് ദ മെമ്മറി ദാറ്റ് ഹാസ് ബീൻ അലോക്കേറ്റഡ് ഡൈനാമിക്കലി. നമ്മൾ ഡൈനാമിക്കലി അലോക്കേറ്റ് ആക്കി വെച്ചേക്കുന്ന മെമ്മറി ആണെങ്കിൽ നമ്മൾ എന്താണ് ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോകുന്നു. ഏത് ഉപയോഗിച്ച്? ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഡീഅലോക്കേറ്റ് ചെയ്യാൻ മറന്നു പോകുന്നു. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഫെയിലിംഗ് ടു എക്സിക്യൂട്ട് ദ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു പ്യുവർ ലോജിക് ഓഫ് ദി പ്രോഗ്രാം കോഡ്. നമ്മൾ പ്രോഗ്രാം കോഡിൻ്റെ പ്യുവർ ലോജിക് കൊണ്ട് നമ്മളെ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യാൻ വരുന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. അസൈൻ ദ അഡ്രസ് റിട്ടേൺഡ് ബൈ ന്യൂ ഓപ്പറേറ്റർ ടു എ പോയിന്റർ ദാറ്റ് വാസ് ഓൾറെഡി പോയിന്റ് ടു അലോക്കേറ്റ്. കാരണം നമ്മൾ ഓൾറെഡി അലോക്കേറ്റ് ഒബ്ജക്റ്റിൽ പോയിന്റ് ചെയ്തിട്ടുള്ള ഇതിനെ വീണ്ടും എന്താണ് പോയിന്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതാണ് മക്കൾ എന്ത് 3 റീസൺസ് ഓഫ് മെമ്മറിയിലേക്ക്. മെമ്മറിയിലേക്കിൻ്റെ 3 റീസൺസ് വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്, നിങ്ങൾ പഠിക്കേണ്ടത് തന്നെ കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? സെറ്റല്ലേ മക്കളെ? ഓക്കെ, ഇനി അടുത്ത പറയുകയാണെങ്കിൽ മക്കളെ ഇവിടെ വെക്കാം. ഇവിടെ 2 കാര്യങ്ങൾ. അതായത് ഫോർ എക്സാമ്പിൾ ഈ SIPTRൻ്റെ വാല്യൂ എന്താണെന്ന് കമൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. FLPTRൻ്റെ വാല്യൂ എന്താണ് നോക്കാം. അതായത് ഇങ്ങനെ നോക്കാം. SIPTR കിടക്കുന്ന വാല്യൂ എന്താണ്? 1000 ആണ്. ദെൻ FLPTR കിടക്കുന്ന വാല്യൂ എന്താണ്? 1010 ആണ്. അപ്പോൾ ഇവിടെ നോക്കാം. നമുക്കിങ്ങനെ പ്രിൻറ്റ് ചെയ്യുകയാണ്. Cout എന്നാണ്. Cout SIPTR എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യും? Cout FLPTR എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് പ്രിൻ്റ് ആയിട്ട് വരും? അത് നമുക്ക് നോക്കാം മക്കളെ. SIPTR കിടക്കുന്ന കണ്ടൻറ്റ് എന്തുവാണ്? 1000 അല്ലേ. അപ്പോൾ 1000 എന്താണ്? ഡിസ്പ്ലേ ആയിട്ട് വരില്ല. 1000 ഡിസ്പ്ലേ ആയിട്ട് വരും. നെക്സ്റ്റ് FLPTR ഒക്കെ കണ്ടൻറ്റ് എന്തുവാ മക്കളെ? 1010 അല്ലേ. അപ്പോൾ 1010 ഡിസ്പ്ലേ ആയിട്ട് വരും. അപ്പോൾ 1010 ഡിസ്പ്ലേ ആയിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ 1000 ഉണ്ട് 1010 എന്നാണ്. 1000 ഉണ്ട് 1010. അപ്പോൾ 1000 വന്ന് 1010 ഡിസ്പ്ലേ ആയിട്ട് വന്നു. മനസ്സിലായോ? ഓക്കെ, ഇവിടെ നോക്കാം. അപ്പോൾ അതിലത്തെ കണ്ടന്റ് ഡിസ്പ്ലേ ആയിട്ട് വന്നു. ഇവിടെ നോക്കാം. അടുത്ത് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് എന്താണ് Cout SIPTR+1ൻ്റെയും Cout FLPTR+1ൻ്റെയും ഔട്ട്പുട്ട് എന്താണെന്ന് പറയാമോ? Cout SIPTR+1ൻ്റെയും Cout FLPTR+1ൻ്റെയും ഔട്ട്പുട്ട് എന്തായിരിക്കാം? 1001 1011 ആണോ മക്കളെ? അല്ല. അതായത് SIPTR+ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും SIPTR 1000 അല്ലേ സാർ? 1000 + 1 1001 അല്ലേ? അങ്ങനെയല്ല. ഇത് വേറെ ആയിട്ട് കേട്ടോ. അതായത് ഇവിടെ വെക്കാം.
അതായത് ഈ പറഞ്ഞ SAPTRൻ്റെ അഡ്രസ്സ് അഥവാ ബേസ് അഡ്രസ്സ് നമുക്ക് 1000 ആണല്ലോ. അപ്പോൾ 1000 പ്ലസ് നോക്കുക 1000 പ്ലസ് 1 ഇൻറ്റു എന്താണ് 1 ഇൻറ്റു ഈ SAPTRൻ്റെ ടൈപ്പ് എന്താ മക്കളെ? SAPTRൻ്റെ ടൈപ്പ് ആണ് നോക്കുക ഏതാണ്? ഷോർട്ടാണ്. ഷോർട്ടിൻ്റെ സൈസ് നമ്മൾ ഷോർട്ടിൻ്റെ സൈസ് 2 ബൈറ്റാണ്. ഷോർട്ടിൻ്റെ സൈസ് 2 ബൈറ്റാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? അപ്പോൾ 1000 പ്ലസ് 1 ഇൻറ്റു 2 അഥവാ 1000 പ്ലസ് 2 എത്രയാണ്? 1002 വരും. നെക്സ്റ്റ് അടുത്ത് നോക്കാം. COT FLPTR പ്ലസ് 1 എന്തായിരിക്കടാ? നമ്മുടെ FLPTR 1 കിടക്കുന്ന വാല്യൂ എന്ത്? FLPTR കിടക്കുന്ന വാല്യൂ എന്താണ്? 1010 1010. അപ്പോൾ 1010 പ്ലസ് 1 ഇൻറ്റു നമ്മുടെ FLPTRൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്? ഇതാണല്ലോ. എന്താണ്? ഫ്ലോട്ട് FLPTR എന്താണ്? ഫ്ലോട്ട് FLPTR അല്ലേ? FLPTRൻ്റെ ടൈപ്പ് എന്താണ്? ഫ്ലോട്ടാണല്ലേ? ഫ്ലോട്ടാണ്. ഡേറ്റ ടൈപ്പ് എന്താ? ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടാണ്. സൈസ് 4 ബൈറ്റ് അല്ലേ? അപ്പോൾ നോക്കാം. 1010 പ്ലസ് 4 എത്രയാണ്? 1014 അല്ലേ? 1014 വരും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മക്കളെ ഇതിൻ്റെ ബേസ് പറയുകയാണ്. ഇപ്പോൾ SAPTRൻ്റെ വാല്യൂ നോക്കാം. SAPTRൻ്റെ വാല്യൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് 1000 ആണെന്ന് വിചാരിക്കുക. ദെൻ FLPTRൻ്റെ വാല്യൂ ഇപ്പോൾ ഇങ്ങനെ വിചാരിക്കുക. FLPTRൻ്റെ വാല്യൂ ഇപ്പോൾ 1010 ആണെന്ന് ഞാൻ വിചാരിക്കുക. ഓക്കെ വിചാരിക്കുക. ഓക്കെ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് മക്കൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയാൻ പറ്റുമോ? COT SAPTR പ്ലസ് 2 then COT FLPTR പ്ലസ് 4 ഇതിൻ്റെ വാല്യൂ പറയാൻ പറ്റുമോ? വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റില്ല. എങ്ങനെ ചെയ്യടാ? അതായത് COT SAPTR പ്ലസ് 2ൻ്റെ എന്ത് പറയാൻ പറ്റും? SAPTRൻ്റെ ബേസ് അഡ്രസ് നമ്മൾ 1000 ആണ്. 1000 പ്ലസ് ദെൻ 2 ഇൻറ്റു ഡേറ്റ ടൈപ്പ് എന്താണ്? ഷോർട്ടാണ്. സൈസ് ആണ് 2 ബൈറ്റ്. അപ്പോൾ 2 ഇൻറ്റു 2 എത്രയാണ്? 4. അപ്പോൾ 1000 പ്ലസ് എന്താണ്? 1000 പ്ലസ് 4 എത്രയാണ്? 1004 വരും അല്ലേ? 1004 വരും. നെക്സ്റ്റ് അടുത്ത് നോക്കാം. FLPTR അല്ലേ? FLPTR എന്ന് പറഞ്ഞാൽ FLPTRൻ്റെ ആണെങ്കിൽ FLPTRൻ്റെ വാല്യൂ എത്ര മക്കളെ? 1000 ആണല്ലേ? 1000 പ്ലസ് ഇല്ലേ? 1000 പ്ലസ് നമ്മുടെ ഈ പറഞ്ഞ 4 ഇൻറ്റു എന്താണ്? 4 ഇൻറ്റു നമ്മുടെ ഈ പറഞ്ഞ FLPTR ഡേറ്റ ടൈപ്പ് എന്താണ്? ഫ്ലോട്ട് അല്ലേ മക്കളെ? 4 ഇൻറ്റു 4 എത്ര മക്കളെ? 16. അപ്പോൾ 1010 പ്ലസ് 1010 പ്ലസ് 1010 പ്ലസ് 16. അപ്പോൾ 1010 പ്ലസ് 16 മക്കളെ 1026 അല്ലേ? 1026 വരും. ഓക്കെ അല്ലേ? 1026 വരും. ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് പോയിൻ്റർ ആൻഡ് അറേ റിലേഷൻ. എന്നാണ് പോയിൻ്റർ ആൻഡ് അറേ റിലേഷൻ. അപ്പോൾ പോയിൻ്റും അറേയും റിലേഷൻ ചെയ്യാൻ പറ്റും നോക്കാം, അല്ലെങ്കിൽ ബന്ധപ്പെടുത്താൻ പറ്റും നോക്കാം. ഇവിടെ വെക്കാം. ഇതൊരു അറേ എന്താണ്? ഇതൊരു അറേയാണ് അല്ലേ? അറേയുടെ പേരെന്താണ്? AR എന്നാണ്. അപ്പോൾ എന്താണ്? അറേയുടെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 34 ഉണ്ട്, 12 ഉണ്ട്, 8 ഉണ്ട്, 18 ഉണ്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 34ൻ്റെ അഡ്രസ്സ് അഥവാ ഫസ്റ്റ് അഡ്രസ്സ് നമ്മളെ 1000 ആണ് അല്ലേ? നെക്സ്റ്റ് 12ൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 1004 ആണ്. ദെൻ 8ൻ്റെ അഡ്രസ്സ് ആണ് 1008 ആണ്. ദെൻ 8ൻ്റെ എന്നാണ് 1012, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോയിൻ്ററിനെയും അറേ എങ്ങനെ നമുക്ക് ഇത് ബന്ധപ്പെടുത്താം എന്ന് നോക്കാം. ഒന്നുമില്ല മക്കളെ, വളരെ സിമ്പിളാട്ടോ. എങ്ങനെ ഞാനൊരു പോയിൻ്റർ വേരിയബിൾ കൊടുക്കുകയാണ്. എന്താണ്? ഇൻറ്റ് സ്റ്റാർ പി കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇവിടെ കിടക്കുന്ന പോയിൻ്റർ. ഓക്കെ PTR എന്നാണ്. PTR എന്ന് പറഞ്ഞൊരു പോയിൻ്റർ വേരിയബിൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇൻറ്റ് സ്റ്റാർ PTR ഒരു പോയിൻ്റർ വേരിയബിൾ കൊടുത്തു. എന്താണ്? ഒരു പോയിൻ്റർ വേരിയബിൾ കൊടുത്തു. കൊടുത്തിട്ട് മക്കളെ ഒരു പോയിൻ്റർ വേരിയബിൾ കൊടുത്തു. എന്നിട്ട് മക്കളെ എന്താണ്? എന്നിട്ടാണെങ്കിൽ ഓക്കെ. അപ്പോൾ എങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. അതായത് PTR അതാണ്. PTR = അഡ്രസ് ഓഫ് അറേയുടെ പേരെന്താ മക്കളെ? AR എന്നാണ്. AR ഓഫ് 0 അഥവാ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സ് എന്താണ് മക്കളെ? AR ഓഫ് 0 എന്നാണ്. AR ഓഫ് 0. സെക്കൻഡ് മെമ്മറി ലൊക്കേഷൻ എന്തായിരിക്കും ഇവിടെ? AR ഓഫ് ആണ്. AR ഓഫ് 1 ഇല്ലേ? ഇതിന് AR ഓഫ് 2 പോകും. അങ്ങനെ ഏറ്റവും ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ എന്തുവാടാ? AR ഓഫ് 0 ആയിരിക്കത്തില്ലയോ? അറേയുടെ റെഫറൻസ് ഇൻഡെക്സ് വാല്യൂസ് ഇല്ലയോ? അപ്പോൾ എന്താണ്? അഡ്രസ് ഓഫ് AR ഓഫ് 0. അപ്പോൾ അഡ്രസ് ഓഫ് AR ഓഫ് 0 എങ്ങോട്ട് സ്റ്റോർ ചെയ്യടാ? PTRലോട് സ്റ്റോർ ചെയ്താണ്. PTRലോട് സ്റ്റോർ ചെയ്യും. കുഴപ്പമുണ്ടോ?
PTR സ്റ്റോർ ചെയ്യും. ഓക്കെ, PTR സ്റ്റോർ ചെയ്യും. എന്നിട്ട് മക്കൾ നോക്കോളാം, എന്നിട്ട് മക്കൾ എന്താണ് ഈ PTR വെച്ചിട്ട് നമുക്ക് റെഫർ ചെയ്യാം. PTR വെച്ചിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റി നോക്കാം. എങ്ങനെ ചെയ്യാം? ഇവിടെ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. PTR COT PTR നമ്മളെ COT PTR എന്ന് പറഞ്ഞാൽ നമ്മുടെ PTRൻ്റെ അഡ്രസ്സ്. നമ്മളെ PTRൻ്റെ അഡ്രസ്സ് എന്താണ്? PTR അഡ്രസ് അല്ല, അഡ്രസ് ഓഫ് AROS എവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്? PTR സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് അഡ്രസ് ഓഫ് AROS എന്താണ്? 1000 എവിടെ കിടക്കുന്നുണ്ടായിരിക്കും? PTR കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് PTR കണ്ടന്റ് എന്താണ്? PTR കണ്ടന്റ് എന്തായിരിക്കും? PTR കണ്ടന്റ് 1000 ആയിരിക്കും അല്ലേ. ഓക്കെ, 1000 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് COT സ്റ്റാർ PTR. COT സ്റ്റാർ PTR എന്നാണ്. COT സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ PTR എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നതാണ് മക്കളെ? PTR എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു? PTR മക്കളെ എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു? PTR അഡ്രസ് ഓഫ് AROS പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ AROS കിടക്കുന്ന വാല്യൂ എന്താണ്? 34. അപ്പോൾ 34 ഡിസ്പ്ലേ ആയിട്ട് വരും അല്ലേ. 34 ഡിസ്പ്ലേ ആയിട്ട് വരും. നെക്സ്റ്റ് എടുത്ത് നോക്കാം. COT PTR + 1. COT PTR + 1 എന്തായിരിക്കും? COT PTR + 1 എന്ന് പറയുന്നതായിരിക്കും. PTR + 1 എന്ന് പറഞ്ഞാൽ PTR അല്ലേ. PTR എന്ന് പറയുന്ന 1000 ആണല്ലേ. 1000 ആണ്. 1000 പ്ലസ് എന്താണ്? 1000 പ്ലസ് 1 ഇൻറ്റു എന്താണ്? 1 ഇൻറ്റു 1000 പ്ലസ് 1 ഇൻറ്റു എന്താണ്? 1 ഇൻറ്റു നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മെമ്മറിയുടെ ഈ പറഞ്ഞ ഇൻ്റല്ലേ നമുക്ക് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞല്ലേ. ഇൻ്റല്ലേ ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഇൻ്റിൻ്റെ സൈസിലാണ് 4 അല്ലേ. അപ്പോൾ 1000 ഇൻറ്റു 1 ഇൻറ്റു 4 അപ്പോൾ 1004 വരില്ലേ. 1004 വരും. കുഴപ്പമില്ലല്ലോ. 1004 വരും. ഓക്കെ, അപ്പോൾ 1004 ഡിസ്പ്ലേ ആയിട്ട് വരും. നെക്സ്റ്റ് എടുക്കാം. COT സ്റ്റാർ ഓഫ് PTR + 1. COT സ്റ്റാർ ഓഫ് PTR + 1 എന്തായിരിക്കടാ? COT സ്റ്റാർ ഓഫ് PTR + 1 എന്ന് പറഞ്ഞാൽ എന്ത് ഡിസ്പ്ലേ? 12 ഡിസ്പ്ലേ. കാര്യം എന്താണ്? COT സ്റ്റാർ ഓഫ് PTR + 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ PTR + 1 PTR + 1 എന്ന് പറയുന്നതാണ്. COT PTR + 1 എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ 1004ാമത്തെ അഡ്രസ്സ് ആവുക. 1004 കിടക്കുന്നതിൻ്റെ വാല്യൂ 1004 അഡ്രസ്സ് അല്ലയോ. അപ്പോൾ PTR + എന്ന് പറഞ്ഞാൽ 1004 ആണ്. അപ്പോൾ 1004 കിടക്കുന്നതിൻ്റെ വാല്യൂ എന്താണ്? 12. അപ്പോൾ 12 ഡിസ്പ്ലേ ആയിട്ട് വരും. 12 ഡിസ്പ്ലേ ആയിട്ട് വരും. നെക്സ്റ്റ് എടുത്ത് നോക്കാം. COT PTR + 9 എന്നാണ്. PTR + 9. COT PTR + 9 എന്താ മക്കളെ? PTR + 9 എന്ന് പറയുന്നതാണ്. COT PTR + 9 എന്ന് പറഞ്ഞിരിക്കും. നമ്മുടെ ഈ പറഞ്ഞുള്ള PTRൻ്റെ വാല്യൂ 1000 ആണ്. എന്താണ്? 1000 ആണ് അല്ലേ. 1000 പ്ലസ് എന്താണ്? 1000 പ്ലസ് 9 ഇൻറ്റു 4 എത്ര ആയിരിക്കും? 1036 അല്ലേ. 1036 വരും. ഓക്കെ, നെക്സ്റ്റ് ഒക്കെ COT സ്റ്റാർ ഓഫ് PTR + 9. COT സ്റ്റാർ ഓഫ് PTR + 9. COT സ്റ്റാർ ഓഫ് PTR + 9 എന്താ വരും ഇവിടെ വെക്കാം. സ്റ്റാർ ഓഫ് PTR + 9 എന്ന് പറഞ്ഞാൽ PTR + 9 കിടക്കുന്ന വാല്യൂ PTR + 9 എന്ന് പറഞ്ഞാൽ 1036 അല്ലേ മക്കളെ. അപ്പോൾ 1036 കിടക്കുന്ന വാല്യൂ എന്തുവാണ്? 19 അല്ലേ. അപ്പം 19 ഡിസ്പ്ലേ ആയിട്ട് വരും. ഓക്കെ, ഇത്രയാണ് മക്കളെ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ തന്നെയാണ്. പഠിക്കേണ്ടാത്ത കാര്യങ്ങളൊന്നുമല്ല, പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡൈനാമിക് അറേ. എന്നാൽ ഡൈനാമിക് അറേ എന്താ നമുക്ക് ഡൈനാമിക് അറേ എന്ന് പറഞ്ഞാൽ? ഡൈനാമിക് അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ റൺ ടൈമിൽ നമ്മളിപ്പോൾ ഒരു റൺ ടൈമിലാണെങ്കിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്ന കേട്ടോ. ഓക്കെ, നമ്മുടെ ആണെങ്കിൽ അറേ ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിൽ റൺ ടൈമിൽ നടക്കുന്ന ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നമ്മൾ എന്ത്? ഈ ഡൈനാമിക് അറേ എന്ന് പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്? എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? പോയിൻ്റർ വേരിയബിൾ = ന്യൂ ഡേറ്റ ടൈപ്പ് സ്ക്വയർ ബ്രാക്കറ്റ് സൈസ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് സൈസ് കേട്ടോ. സ്ക്വയർ ബ്രാക്കറ്റ് സൈസ്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് സ്റ്റാർ പി ഒരു പോയിൻ്റർ വേരിയബിൾ ആണെന്ന് വിചാരിച്ചല്ലോ. എന്നിട്ട് മക്കളെ നോക്കടാ, സ്റ്റാർ പി ഒരു പോയിൻ്റർ വേരിയബിൾ ആണ്. എന്നിട്ട് എന്ത് ചെയ്ത് മക്കളെ? ഇവിടെ നമ്മുടെ പോയിൻ്റർ വേരിയബിൾ എന്താണ്? P ആണ്. P = ന്യൂ ഇൻറ്റ് ഓക്കെ ദെൻ സൈസ് 5 കൊടുത്തു. കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഒരു ഡൈനാമിക് അറേ ഇവിടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമ്മൾ അഡ്വാൻറ്റേജ് ഓഫ് ക്യാരക്ടർ പോയിൻ്റർ അഡ്വാൻറ്റേജ് ഏതൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സിൻസ് ദെയർ ഈസ് നോ സൈസ് സ്പെസിഫിക്കേഷൻസ്. എന്താണ്? സൈസ് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാരക്ടർ പോയിൻ്റർ ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അവർ സൈസ് അവിടെ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ സൈസ് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, സൈസ് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ് ടു കോപ്പി സ്ട്രിങ്. നമുക്കാണെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിനെ മറ്റേ സ്ട്രിങ്ങിലോട്ട് കോപ്പി എന്ത് ഉപയോഗിച്ചാൽ നമുക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എനി ക്യാരക്ടർ ഇൻ ദ സ്ട്രിങ് ക്യാൻ ബി റെഫറൻസ്ഡ് യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് പോയിൻ്റർ അരിത്തമെറ്റിക്. നമുക്കാണെങ്കിൽ സ്ട്രിങ്ങിലുള്ള ഏതൊരു ക്യാരക്ടേഴ്സ് നമുക്ക് എന്താ ഈ പറഞ്ഞ പോയിൻ്റർ അരിത്തമെറ്റിക് ഉപയോഗിച്ച് നമുക്ക് എന്താണ് റെഫർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് അറേ ഓഫ് സ്ട്രിങ് ക്യാൻ ബി മാനേജ് വിത്ത് ഒപ്റ്റിമൽ യൂസ് ഓഫ് മെമ്മറി സ്പേസ്. നമുക്ക് ഒപ്റ്റിമൽ യൂസ് ഓഫ് മെമ്മറി സ്പേസ് എന്തോടാ നമുക്ക് അറേ ഓഫ് സ്ട്രിങ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ?
നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ് പോയിന്റർ ആൻഡ് സ്ട്രക്ചർ. എന്നാൽ പോയിന്റർ ആൻഡ് സ്ട്രക്ചർ വെക്കാം. ഇവിടെ വെക്കാം സ്ട്രക്ട് എംപ്ലോയി ഇൻഡ് ഈ കോഡ് ക്യാർ ഈ നെയിം ഫ്ലോട്ട് സാലറി. നമുക്കിവിടെ നോക്കണം. ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്ട്രക്ചറിന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. സ്ട്രക്ചറിൻ്റെ പേര് നോക്കാം. സ്ട്രക്ചറിൻ്റെ പേര് എംപ്ലോയി എന്നാണ്. എംപ്ലോയി എന്നാണ് അവിടുത്തെ വേരിയബിൾ നെയിം തൊടാ. ഞാൻ സ്റ്റാർ ഇ എന്ന് കൊടുത്തു. അപ്പോൾ ഈ പറഞ്ഞത് വേരിയബിൾ നെയിം എന്താ പറയുക? വേരിയബിൾ നെയിം ഇ ആണ്, അഥവാ സ്റ്റാർ ഇ എന്ന് പറഞ്ഞാൽ പോയിന്റർ വേരിയബിളാണ്. സാധാ വേരിയബിൾ അല്ല, പോയിന്റർ വേരിയബിൾ ആണ് അല്ലേ. പോയിന്റർ വേരിയബിൾ ആകുമ്പോൾ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ സാധാ വേരിയബിൾ ആണ് നമുക്ക് ജസ്റ്റ് എന്താണ് ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ. സാധാ വേരിയബിൾ ആണ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജസ്റ്റ് ഇതുപോലെ കൊടുക്കാൻ പറ്റും. എങ്ങനെ കൊടുക്കാൻ പറ്റും? നമുക്ക് ഡോട്ട് ഓപ്പ് ഇവിടെ എംപ്ലോയി ഇ എന്ന് പറയുകയാണെങ്കിൽ ഈ ഡോട്ട് ഈ കോഡ്. ഓക്കെ, ദെൻ ഈ ഡോട്ട് ഡോട്ട് ഈ നെയിം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് മാക്സിമം നമുക്ക് ഈ ഡോട്ട് ഓപ്പറേറ്റർ വഴി ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ വെക്കാം. ഇവിടെ എന്താണ് സാധാ വേരിയബിൾ അല്ല, പോയിന്റർ വേരിയബിൾ ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ഈ ഡോട്ട് ഈ കോഡ് അല്ല, അങ്ങനെ പറ്റത്തില്ല. എന്ത് ചെയ്യാം? നമുക്ക് സ്ട്രക്ചറിലുള്ള എലമെൻറ്റ്സ് പോയിന്റർ വേരിയബിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ എങ്ങനെ ചെയ്യണം? ഇവിടെ വെക്കാം. എങ്ങനെ ചെയ്യണം നമുക്ക്? അതായത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോയിന്റർ വേരിയബിൾ എന്താണ്? ഇ ആണ്. അപ്പോൾ ഈ ആരോ മാർക്ക് എന്നിട്ട് മക്കളെ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? ഈ കോഡ്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഈ സ്ട്രക്ചർ വേരിയബിൾ പോയിന്റർ വേരിയബിൾ എന്താണ്? ഈ ദെൻ ആരോ മാർക്ക് ദെൻ ഈ നെയിം. നെക്സ്റ്റ് ഓക്കെ, ആരോ മാർക്ക് സാലറി. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് മക്കളെ പോയിന്റർ ആൻഡ് സ്ട്രക്ചർ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റർ നമ്മളൊരു സ്ട്രക്ചർ എലമെൻറ്റ്സ് നമ്മളിപ്പം കൊടുക്കുകയാണ് അല്ലേ. സ്ട്രക്ചർ എലമെൻറ്റ്സ് നമ്മൾ കൊടുത്തു എന്നിട്ടാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എലമെൻറ്റ്സിനെ ആണെങ്കിൽ പോയിന്റർ വേരിയബിൾ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക? അപ്പം ആ സ്ട്രക്ചർ വേരിയബിളെ ആരോ മാർക്ക് ഈ കോഡ്, ദെൻ സ്ട്രക്ചർ വേരിയബിളെ ആരോ മാർക്ക് ഈ നെയിം, സ്ട്രക്ചർ വേരിയബിളെ ആരോ മാർക്ക് സാലറി, അല്ലെങ്കിൽ ആ ഒരു അടുത്ത എലമെൻറ്റ്സ് എന്നാണ് അത് കൊടുക്കുക. അപ്പോൾ ആരോ മാർക്ക് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ കേട്ടോ. അതുകൊണ്ട് അതൊക്കെയാണ് നമ്മളെ സ്ട്രക്ചർ ആൻഡ് പോയിന്റർ റിലേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പോയിന്റർ, കാരണം പോയിന്റർ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാറുണ്ട്, നമുക്ക് ഈ ഒരു ചാപ്റ്റർ ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെ നമ്മൾ ഈ പോയിന്റർ എന്ന് പറഞ്ഞാൽ പഠിക്കാതെ പോവുകയും ചെയ്യല്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കാണ് നമുക്ക് ലാസ്റ്റ് ടോപ്പിക്ക് എന്നാണ് പറയാൻ പറ്റും സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ആണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് വിളിക്കും. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദി എലമെൻറ്റ് ഈസ് എ പോയിന്റർ ടു ദ സെയിം സ്ട്രക്ചർ. അതായത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതെന്താ മക്കളെ? അത് ആ സെയിം സ്ട്രക്ചറിനെ തന്നെ പോയിന്റ് ചെയ്യുന്നു. ഇവിടെ വെക്കാം. ഫോർ എക്സാമ്പിൾ വെക്കാം. ഇവിടെയാണെങ്കിൽ സ്റ്റാർ ലിങ്ക് സ്ട്രക്ചറിൻ്റെ ഒരു എലമെൻ്റാണ് നമുക്ക്. അപ്പോൾ ഇത് പോയിന്റർ വേരിയബിൾ എന്താണ്? സ്ട്രക്ചറിൻ്റെ ഒരു എലമെൻ്റാണ്. അപ്പോൾ അത് എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു? നമ്മുടെ സെയിം സ്ട്രക്ചറിലോട്ട് തന്നെ പോയിന്റ് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് എന്ത്? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഇവിടെ പറയുന്നത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദി എലമെൻറ്റ് ഈസ് എ പോയിന്റർ ടു ദ സെയിം സ്ട്രക്ചർ. സെയിം സ്ട്രക്ചറിനെ തന്നെ പോയിന്റ് ചെയ്യുന്ന വൺ ഓഫ് ദി എലമെൻ്റ് ആണ് മക്കളെ എന്ത്? വൺ ഓഫ് ദി പോയിന്റർ വേരിയബിൾ ആണെന്ത്? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓർത്തിരുന്നോ? ഓക്കെ അല്ലയോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പാഠത്തിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ മക്കളെ എങ്ങനെ ചോദിക്കുക? ഇവിടെ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് എറേഴ്സ് ഇൻ ദ ഫോളോയിങ് കോഡ് ഫ്രാഗ്മെൻറ്റ്. നമുക്ക് ഇവിടെ ആണെങ്കിൽ സ്ട്രക്റ്റ് ഇൻഡ് റെജ് നമ്പർ ക്യാർ നെയിം ഓഫ് 20 ദെൻ പിന്നെ ആണെങ്കിൽ ഫ്ലോട്ട് മാർക്ക് ഇസിക്കൽ ടു എന്ത് കൊടുത്തു? 100 കൊടുത്തില്ലേ. അപ്പോൾ ഇതിനകത്ത് എറേഴ്സും അത് കറക്റ്റ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറില്ലാണ്. ഇവിടെ നോക്കാം. സ്ട്രക്റ്റ് ഇൻഡ് റെജ് നമ്പർ നമുക്ക് ഇൻഡ് റെജ് നമ്പർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ നമ്പർ അല്ലേ. അപ്പോൾ ഇതിനകത്ത് എറേഴ്സ് എന്തൊക്കെയാണ്? എറേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? ഇതിന് സ്ട്രക്ചറിന് പേരില്ല, സ്ട്രക്ചർ ടാഗ് ഇല്ല, സ്ട്രക്ചർ ടാഗ് നെയിം ഇല്ല, ടാഗ് നെയിം നോട്ട് പ്രസൻറ്റ് അല്ലേ. നെക്സ്റ്റ് അടുത്ത് നമ്മളെ ഫ്ലോട്ട് മാർക്ക് 100, ഫ്ലോട്ട് മാർക്ക് ഇസിക്കൽ ടു 100. മക്കളെ ഒരിക്കലും സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ്സ് എന്താ മക്കളെ? ഒരു വാല്യൂ വെച്ച് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വാല്യൂ വെച്ച് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ എന്താ മക്കളെ? ഒരിക്കലും വാല്യൂ വെച്ച് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഫ്ലോട്ട് മാർക്ക് ഇസിക്കൽ ടു 100 നമ്മളെ ഈ 100 എന്താ മക്കളെ? ഒരിക്കലും നമുക്ക് വാല്യൂ വെച്ച് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഒരിക്കലും ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ കോഡ് എങ്ങനെ വരാം മക്കളെ? ഒരു ജസ്റ്റ് കറക്റ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് കേളി ബ്രേസ് ആണ്, കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, ദെൻ ഇൻഡ്
റെജ് നമ്പർ അല്ലേ, റെജ് നമ്പർ. ഓക്കെ, ദെൻ ക്യാർ നെയിം ഓഫ് 20. നെക്സ്റ്റ് ഫ്ലോട്ട് മാർക്ക്, കെലിബ്രേസ് ക്ലോസ് ചെയ്യാം, സെമിക്കോളൻ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് എന്താണ് ഈ ഒരു സ്ട്രക്ചറിനെ നമുക്ക് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ പ്രതീക്ഷിക്കാം നമുക്ക്, ഈ പറഞ്ഞുള്ള എവിടെ പ്രതീക്ഷിക്കാം നമുക്ക്, ഈ പറഞ്ഞുള്ള സ്ട്രക്ചറിൽ പ്രതീക്ഷിക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ, പിന്നെ വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്സിലൊക്കെ പഠിച്ചിരിക്കുക. നമ്മുടെ സ്ട്രക്ചർ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നുള്ള ഒരു കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പഠിച്ചിരിക്കുക. അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്റർ, ഇത്രയാണ് നമ്മൾ ഷോർട്ടായിട്ട് റിവൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ. ഇതെല്ലാം വേറെ വലിയ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ഇവിടെ ഇല്ല, ഈ ചാപ്റ്ററിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം നമുക്ക് പരീക്ഷയ്ക്ക് വരുത്തുമില്ല, ചോദിക്കത്തില്ല കേട്ടോ. അപ്പം ഓക്കെ, നമുക്ക് എന്തായാലും നെക്സ്റ്റ് നമുക്ക് ലൈവ് ക്ലാസ്, നെക്സ്റ്റ് ഷോർട്ട് സീരീസ് ഇവിടെ കാണാം. അപ്പോൾ എല്ലാവരും ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുക. സ്ട്രക്ചേഴ്സ് എന്താണ്, സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിൽ എല്ലാ കാര്യങ്ങളും ഇത്രയും കണ്ടൻസ്, സ്ട്രക്ചർ എന്താണ്, വേരിയബിൾ ഡിക്ലറേഷൻസ്, ഓക്കെ, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ, അക്സസിങ് എലമെൻറ്റ്സ് ഓഫ് സ്ട്രക്ചർ, നെസ്റ്റഡ് സ്ട്രക്ചർ, അറേ vs സ്ട്രക്ചർ, ഓക്കെ, പിന്നെ പോയിന്റർ അല്ലേ. പോയിന്റിൻ്റെ കണ്ടൻസുകളൊക്കെയാണ് ഇതൊക്കെയാണ്. പോയിന്റർ ഉണ്ട്, ബെനിഫിറ്റ്സ് ഓഫ് പോയിന്റർ, ഡിക്ലെയറിംഗ് പോയിന്റർ വേരിയബിൾ, മെത്തേഡ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻ, ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ് മെമ്മറിയിലേക്ക്, ഓക്കെ. പിന്നെ ആണെങ്കിൽ ഇത്ര സെൽഫ് റെഫറൻസ് സ്ട്രക്ചർ, അതൊക്കെ എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെ കേട്ടോ. അതുകൊണ്ട് എല്ലാം കാരണം ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ തന്നെയാണ്, പഠിക്കേണ്ടത് കാര്യങ്ങളൊന്നുമല്ല, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെ കേട്ടോ, അതുകൊണ്ട് പഠിക്കുക, ഒരിക്കലും നിങ്ങൾ മിസ്സാക്കളയിൽ ഇത്ര അങ്ങനെ പഠിച്ചിരിക്കുക, സെറ്റായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.